കണ്ടോളൂ ജോഡില, ഒരു നിമിഷം നിൽക്കൂ. നിന്റെ രൂപം വീണ്ടും പഴയതുപോലെയാകും. അല്പം കൂടി കാത്തു നിന്നാ മതി. എന്ത് സംഭവിക്കുമെന്നാണ് പറയുന്നത്? ഒന്നും സംഭവിക്കുന്നില്ല. ഒരു രാത്രി കഴിഞ്ഞ് അടുത്ത പകലും കഴിയാറായി. എന്നിട്ടും നീ നമ്മെ പരിഹസിച്ചു കൊണ്ടിരിക്കുക മാത്രമാണ്. ജോഡില, നീ നമ്മെ ബന്ധിക്കുന്നത് എന്തിനാണ്? നമ്മെ വിടൂ. നിനക്ക് വാക്ക് നൽകുകയാണ്, നാം എല്ലാം ശരിയാക്കും. നിർത്ത്. ഒരക്ഷരം മിണ്ടിപ്പോകരുത്. നിങ്ങൾ എല്ലാവരും പതിയെ പതിയെ നമ്മുടെ ശത്രുക്കളായി മാറിക്കൊണ്ടിരിക്കുന്നു. നമുക്കിപ്പോൾ അനുഭവപ്പെടുന്നത് നാം ആരെയും വിശ്വസിക്കാൻ പാടില്ല എന്നാണ്. ഇനി ചെയ്യേണ്ടതെല്ലാം നാം സ്വയം ചെയ്യുന്നതാണ്. കണ്ടില്ലേ ജോഡില, നീ വീണ്ടും യഥാർത്ഥ രൂപത്തിൽ തിരികെ വന്നിരിക്കുന്നു. ഇപ്പോൾ നീ കണ്ടില്ലേ, ജോഡിലയുടെ ഔഷധമാണ് യഥാർത്ഥ ബലം ചെയ്തിരിക്കുന്നത്. നാം ഇത് പറഞ്ഞതല്ലേ നമുക്കൊരു പിഴവ് സംഭവിച്ചതാണെന്ന്. നോക്കൂ, നാം നിന്നെ പഴയതുപോലെ ആക്കിയല്ലോ. ആട്ടെ, നാം ഒരു കാര്യം പറയട്ടെ. നാം നിന്റെ സമീപത്ത് തന്നെ നിൽക്കുമ്പോൾ അത് നിനക്ക് ഇഷ്ടമാകില്ല. തനിച്ചായാൽ നിനക്ക് യാതൊന്നും ചെയ്യാൻ സാധിക്കില്ല രാക്ഷസറാണി. നിർത്ത്. ഓർത്തു വെച്ചോളൂ ഔഷധച്ചെടി. എന്തായാലും ജോഡില അസ്വസ്ഥയാണ്. എന്നാൽ അവൾ രാക്ഷസ റാണിയാണ്. 100 പേരെ തടയാൻ അവൾ മാത്രം മതി. അതെ, നീ ഏറ്റവും ശ്രേഷ്ഠ തന്നെയാണ്. എന്നാൽ നാം അതൊരിക്കലും അംഗീകരിക്കാതിരുന്നിട്ടില്ല. അല്ലയോ രാക്ഷസനാണി, നമ്മെ വെറുതെ വിടൂ. നിനക്ക് വേണ്ടി പുതിയ ഔഷധം തയ്യാറാക്കുന്നതാണ്. പുതിയ ഔഷധമോ? അങ്ങനെയല്ല, നാം നിനക്ക് വാക്ക് നൽകുകയാണ്. ഇനി ഒരു പിഴവും നമ്മിൽ നിന്ന് സംഭവിക്കില്ല. നാം വളരെ നിഷ്കളങ്കയാണ്. ഹേയ് ജോഡില, ഹേയ് രാക്ഷസറാണി, അല്ലയോ മഹാറാണി, നമ്മെ മോചിപ്പിച്ചാലും. രാക്ഷസറാണി വിജയിക്കട്ടെ, രാക്ഷസറാണി വിജയിക്കട്ടെ. എന്താണ് വാർത്ത? അതിഗംഭീരമായ വാർത്തയാണ്. അത് ശ്രവിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് സന്തോഷത്തോടെ ഉപഹാരം നൽകും. അതെയോ? എങ്കിൽ വാർത്ത നമ്മോട് പറഞ്ഞാലും. അവിടുത്തെ ഏറ്റവും വലിയ ശത്രു വിക്രമദേവന് നേർക്ക് അദ്ദേഹത്തിന്റെ സ്വന്തം കൊട്ടാരത്തിൽ വെച്ച് ആക്രമണം നടന്നിരിക്കുന്നു. അതിനർത്ഥം അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്ന് തന്നെയാണ് ആക്രമണം. മഹാരാജാവിന് അധികകാലം ഉണ്ടാവില്ല. അതിനർത്ഥം എന്താണ് ഈ പറയുന്നത്? ഇന്നലെ രാത്രി വിക്രമദേവനെതിരെ ആരോ മറഞ്ഞിരുന്ന് ആക്രമണം നടത്തി. ജീവൻ രക്ഷപ്പെട്ടു. എന്നാൽ നമുക്കറിയാം, ഈ ആക്രമണം വീണ്ടും നടക്കുന്നതാണ്. നാമല്ലാതെ വിക്രമദേവന് മറ്റൊരു ശത്രു കൂടിയോ? ആരാണത്? സ്വന്തം സഹോദരൻ പ്രതാപൻ, പിന്നെ പ്രതാപന്റെ പുത്രൻ കുമാരദേവൻ. നിങ്ങൾ സത്യമാണോ പറയുന്നത്? അവരാണോ? അതേ മഹാറാണി, നാം കാതുകൊണ്ട് കേട്ടതാണ്. മഹാരാജാവിനെ വധിക്കാനുള്ള പദ്ധതി നാം കേട്ടു. നമ്മൾ ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടത്. വിക്രമദേവൻ ശാരീരികമായി ഇപ്പോൾ ദുർബലനാണ്. ഇപ്പോൾ മാനസികമായും തളർന്നിരിക്കുന്നു. ആഘാതം നൽകാനുള്ള യഥാർത്ഥ സമയമാണിത്. അപ്പോഴെന്താ, മഹാറാണിക്ക് സന്തോഷമായില്ലേ? നാം വലിയ സന്തോഷത്തിലാണ് രാജവൈദ്യൻ. ഇത്രയും നാളുകൾക്കിടയിൽ അങ്ങ് നമുക്കൊരു സന്തോഷ വാർത്ത നൽകി. അതിനുവേണ്ടി നാം അങ്ങേക്ക് ഒരു പുതിയ ഉപഹാരം നൽകാൻ പോവുകയാണ്. ഇന്ന് നാം അങ്ങേക്ക് അസാധാരണമായ ഒരു ഉപഹാരം നൽകാൻ പോവുകയാണ്. പ്രാണനേക്കാൾ വലിയൊരു ഉപഹാരം. മഹാരാജാവിന് അധികകാലം ഉണ്ടാവില്ല. അതിനർത്ഥം എന്താണ് ഈ പറയുന്നത്? ഇന്നലെ രാത്രി വിക്രമദേവനെതിരെ ആരോ മറഞ്ഞിരുന്ന് ആക്രമണം നടത്തി. ജീവൻ രക്ഷപ്പെട്ടു. എന്നാൽ നമുക്കറിയാം, ഈ ആക്രമണം വീണ്ടും നടക്കുന്നതാണ്. നാമല്ലാതെ വിക്രമദേവന് മറ്റൊരു ശത്രു കൂടിയോ? ആരാണത്? സ്വന്തം സഹോദരൻ പ്രതാപൻ, പിന്നെ പ്രതാപന്റെ പുത്രൻ കുമാരദേവൻ. നിങ്ങൾ സത്യമാണോ പറയുന്നത്? അവരാണോ?
അതേ മഹാറാണി, നാം കാതുകൊണ്ട് കേട്ടതാണ്. മഹാരാജാവിനെ വധിക്കാനുള്ള പദ്ധതി നാം കേട്ടു. നമ്മൾ ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടത്. വിക്രമദേവൻ ശാരീരികമായി ഇപ്പോൾ ദുർബലനാണ്, ഇപ്പോൾ മാനസികമായും തളർന്നിരിക്കുന്നു.